നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സീതുവേട്ടൻ എന്താ കണ്ണു മൂക്കൊന്നുമില്ലേ? എനിക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, കൈയുണ്ട്. ഇപ്പൊ കാണിച്ചുതരാം. ഇറങ്ങിപ്പോക്കോ, വേഗം ഇറങ്ങിപ്പോക്കോ, ഇല്ലെങ്കിൽ ബാക്കിയുള്ള ജ്യൂസും കൂടി ഞാൻ നേരത്തെ ഒഴിക്കും. ഞാൻ പറയാം. ഞാൻ സാധനം മലയ്ക്ക് കാണിച്ചു തരട്ടെ. എന്ത് സാധനം? മലക ഞെട്ടാൻ പോവാണേ. ശരി, ഞാൻ ഞെട്ടാം. 1 2 3 കണ്ടോ? ഇതൊക്കെ എന്റെ കളിപ്പാട്ടങ്ങളാ, എന്റെ ടോയ്സ്. ഒത്തിരി ഉണ്ടല്ലോ കുട്ട. നിറയുണ്ട്. ഇത് മാത്രല്ല, മലയ്ക്ക് ഇതൊക്കെ ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടല്ലോ. ഇതുവരെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഈ കളിപ്പാട്ടം വെച്ച് കളിച്ചോണ്ടിരുന്നേ. ഇനി എന്റെ കൂടെ മാലാകയും കൂടി ഉണ്ടാവില്ലേ? ഇല്ലേ? ഞാനും ഉണ്ടാവും. ഇനി മുതൽ കുട്ടനൊപ്പം എന്തിനും ഏതിനും ഞാനുണ്ടാവും. ആ മാലാകെ, ഞാൻ സാധനം കാണിച്ചേട്ടെ. എന്താ? ആരും ശ്രദ്ധിച്ചിട്ടില്ല. അത് മുത്തശ്ശേട്ട എന്നല്ലേ? അതെനിക്ക് ഇഷ്ടായില്ല, ഞാൻ ഊരി വെച്ചു. മലകേ, പേടിക്കണ്ടേ. വേണ്ട കുട്ട, എറിയല്ലേ, വേണ്ട കുട്ട, വേണ്ട അത്രയ്ക്ക്. ഞാനിപ്പ എറിയുവേ. മോളെ, നിങ്ങൾ എന്തായി കാണിച്ചേ? കുറച്ച് ജ്യൂസ് പോയെന്നല്ലേ ഉള്ളൂ. സോറി മോളെ, കുട്ടനൊരു അബദ്ധം പറ്റിയതാ, വിട്ടേക്ക്. അബദ്ധം? ജ്യൂസ് മുഴുവൻ എന്റെ ദേഹത്തായി. സിദ്ധുവേട്ടാ, എന്തായി കാണിച്ച? എന്തായി കാണിച്ചതെന്ന് കണ്ടില്ലേ? അത് എന്നെ കാണിച്ചത്. മോളെ, അഞ്ജിതെ പറഞ്ഞില്ലേ കുട്ടനൊരു അബദ്ധം പറ്റിയതാ. മോള് പോയേ മോളെ. സിദ്ധുവേട്ടൻ എന്താ കണ്ണു മൂക്കൊന്നുമില്ലേ? എനിക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, കൈയുണ്ട്. ഇപ്പൊ കാണിച്ചുതരാം. ഇറങ്ങിപ്പോക്കോ, വേഗം ഇറങ്ങിപ്പോക്കോ, ഇല്ലെങ്കിൽ ബാക്കിയുള്ള ജ്യൂസും കൂടി ഞാൻ നേരത്തെ ഒഴിക്കും. നീ ചെല്ല. സിദ്ധുവിനൊരു അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞപ്പോ നിനക്കെന്താ മനസ്സിലാവാത്ത? അബദ്ധം എല്ലാവർക്കും സംഭവിക്കും. എനിക്ക് നിനക്കും എല്ലാവർക്കും സംഭവിക്കും. ചെല്ല മോളെ. എന്താ മോളെ? അച്ഛാ, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. നീ ഇതെന്താ പറയുന്നു മോളെ? ഇവിടെ നിൽക്കാതെ നീ പിന്നെ എവിടേക്കാ പോകുന്നത്? ഞാൻ തിരികെ ദുബായിലേക്ക് തന്നെ പോവുക. ദുബായിലേക്കോ? എന്തിന്? പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? നിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം തീർന്നില്ലേ? ഇനി എന്തിനാ പണം ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും ദുബായിലേക്ക് പോകുന്നത്? ഞാൻ ദുബായിലേക്ക് തിരികെ പോകുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല അച്ഛാ. പിന്നെ? ഇവിടെ നടക്കുന്ന ഒന്നും കാണാനുള്ള സഹനശക്തി എനിക്കില്ല. അതുകൊണ്ട് ഗൾഫിലേക്ക് മടങ്ങി പോവാൻ ഞാൻ തീരുമാനിച്ചത്. എന്റെ ഭർത്താവിനെ കൊന്നവൻ തന്നെ
എന്റെ മൂത്ത മോളുടെ ഭർത്താവായി. ഞാൻ ശത്രുവായി കണ്ട അവന്റെ കുടുംബം ഇപ്പോ എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായി. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? താങ്ങാവുന്നതിന്റെ അപ്പുറം ഞാനിപ്പോ അനുഭവിക്കുന്ന മാനസിക പീഡനവും വേദനയും. അതുകൊണ്ട് ഇനി ഞാൻ ഈ നശിച്ച നാട്ടിൽ നിൽക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഞാൻ തിരികെ പോവും. മോളെ, ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത് നീ. പെട്ടെന്നുള്ള തീരുമാനം അല്ല അച്ഛ, ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ. മോളെ, നീ ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്ക്. ഇവിടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാ പുതിയൊരു കുരുക്കുണ്ടായത്. ഈ കുരുക്ക് നമ്മളാരും അറിഞ്ഞുകൊണ്ട് സംഭവിച്ചല്ലോ. ഇത് ദൈവത്തിന്റെ കുരുക്കാണ്. ഇത്രയും വർഷത്തെ ജീവിതാനുഭവത്തിൽ നിന്നും ഉറപ്പിച്ച് ഞാനൊന്ന് പറയാം. ദൈവം ഒരു കാര്യത്തിലും അനാവശ്യമായി കുരുക്കിടില്ല. ഇങ്ങനെ ഒരു കുരുക്ക് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതഴിക്കുന്നതും ദൈവം തന്നെ ആയിരിക്കും. അതറിയാൻ നീ ഇവിടെ തന്നെ ഉണ്ടാവണം മോളെ. ഓരോ നിമിഷവും ഉള്ളു വെന്ത് നീറിയാലും നീ ഇവിടം വിട്ട് എവിടെയും പോകരുത്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് നീ കാണണം. ഇതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അതല്ലല്ലോ അതിന്റെ ഒരു മര്യാദ. ആദ്യ രാത്രിക്കുള്ള പാല് പെണ്ണ് തന്നെ അടുക്കളയിൽ കയറി തിളപ്പിച്ചെടുക്കുക എന്ന് വെച്ചാ അത് ഞങ്ങൾക്ക് മോശമല്ലേ? അതെ അതെ. ഇത് ദേവികയ്ക്ക്, ഇത് അഞ്ജിതയ്ക്ക്. ഇനി രണ്ടാളും മണിയറയിലേക്ക് ചെന്നോളൂ. വാ മോളെ. നീ ചെല്ലു മോളെ. ഞാൻ ഈ കിച്ചണൊക്കെ ഒതുക്കിയിട്ട് വരുമ്പോ വൈകും. മോള് ചെല്ല്. ശരി മാഡം. സിദ്ധു എത്രയും പെട്ടെന്ന് പഴയ സിദ്ധുവായി മാറട്ടെ. എല്ലാം നിന്റെ കൈകളിലാ. എനിക്ക് ഉറപ്പുണ്ട് മോളുടെ സാമീപ്യത്തിലൂടെയും പരിചരണത്തിലൂടെയും സിദ്ധുവിനെ നമുക്ക് തിരികെ കിട്ടും. ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അത് കാണാതിരിക്കില്ല. എന്ന മോള് ചെല്ല്. ദേവികേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.